ഗുഡ് മോർണിംഗ് ഓൾ. പീറ്റേഴ്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് SSLC എക്സാം മാർച്ച് 2021 നടത്തിയ പബ്ലിക് എക്സാമാണ്. 2021 മാർച്ചിൽ നടത്തിയ ഹിന്ദീൻ്റെ പേപ്പറാണ്. നമുക്കറിയാം 1.5 മണിക്കൂറാണ്, 40 മാർക്ക് ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് ഓരോ സെറ്റ് ക്വസ്റ്റ്യനിലേക്കും പോകാം. ആദ്യം തന്നെ ബീർബഹൂട്ടിയിലാണ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് തന്നെയാണ് ഗ്രാമർ പോർഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫിൻ്റെ ബേസിൽ പട്കഥ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഡയറി ചോദിച്ചിട്ടുണ്ട്. അടുത്തത് ടൂട്ടി പഹാഡിയയിലെ ഒരു പാരഗ്രാഫാണ് കൊടുത്തിട്ടുള്ളത്. പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദുരൂഹ ചക്രവ്യൂഹ, അതിനകത്തെ വിശേഷൻ ശബ്ദ ദുരൂഹമാണ്. അതുപോലെ തന്നെ പങ്ക്തിയും അതിൻ്റെ ആശയം, അതായത് കവിതയുടെ ആസ്വാദനക്കുറിപ്പ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഐ ആം കലാം എന്ന ഒരു ചാപ്റ്ററിൻ്റെ പാർട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് വരുന്നത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. പിന്നെ പത്രവും ചോദിച്ചിട്ടുണ്ട്. മാമാജി കെ നാം മിഹിർ കാ സംഭവിത പത്ര ലിഖോ എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇനി ഹദൈഷ സെ ഏക് വ്യക്തി ബൈറ്റ് ഗയാ ഹെ, ആ ഒരു ചാപ്റ്ററിലെ വരുമ്പോൾ കവിതയാണ് നമുക്കറിയാം. അതിനകത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതിനകത്ത് വാക്യ പിരമിഡാണ് 2 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു പോസ്റ്റർ ചോദിച്ചിട്ടുണ്ട് വിശ്വമാനവ ദിവസത്തിലെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കയ്യിൽ വയ്ക്കുക, പഠിക്കുക നന്നായിട്ട് അതിനൊക്കെ. പിന്നെ സബ്സെ ബഡെ ഷോമാനിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് സെലക്ട് ദ റൈറ്റ് ആൻസർ ചോദിച്ചിട്ടുണ്ട്. ബാച്ചീറ്റ് ചോദിച്ചിട്ടുണ്ട്. റപ്പഡ് ചോദിച്ചിട്ടുണ്ട്. ഇനി ഠാക്കൂർ ക കുവയിലേക്ക് വരുമ്പോഴേക്കും പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അതിനകത്ത് ഗംഗയുടെ ചരിത്ര പർ ടിപ്പണി, നിങ്ങൾക്കറിയാം ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ പഠിച്ചു വെക്കുക. അടുത്തത് ദിശാഹീൻ ദിശയിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് സഹിവാക്യ ചുൻകർ ലിഖോ, അത് ഗ്രാമർ പോർഷനിൽ വരുന്ന കേട്ടോ. അതുപോലെ ഡുഡലി തോ പരായി ചാപ്റ്ററിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ഒരു ഇയറിൽ മാർച്ച് മാസത്തിൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ ഇത് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഈ ഒരു ഇയറിലെ ഇനിയും എല്ലാ ഇയറിലെയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഇടുന്നതായിരിക്കും. നന്നായി പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ഫ്രണ്ട്സിന് പറ്റുവാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നന്നായി പഠിക്കുക. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.